എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പാസ്തയാണ്. അത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: പാസ്ത വെള്ളത്തിൽ ഉപ്പും അല്പം ഒലിവ് ഓയിലും ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ഊറ്റി കളഞ്ഞതാണ്. മയോണൈസ്, കോഴി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതില് കോഴിയില് നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ഇതിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓനിയൻ ചെറിയതായി കട്ട് ചെയ്തത്, ക്യാപ്സിക്കം. ഇത് വൈറ്റ് ക്രീമാണ്. വൈറ്റ് ക്രീം തയ്യാറാക്കുന്നത് അല്പം ബട്ടറിൽ 1 സ്പൂൺ മൈദയിട്ട് അല്പം പാലും ഒഴിച്ചാണ് വൈറ്റ് ക്രീം തയ്യാറാക്കുന്നത്. പെപ്പർ, സാൾട്ട്, ബട്ടർ, ഓയിൽ. അടുപ്പ് ഓണാക്കി അതിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർക്കാം. ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ബാക്കിയായിട്ട് നമുക്ക് ഓയിൽ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഓനിയൻ കട്ട് ചെയ്ത് ഇടാം. ഓനിയൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണ്ട. ക്യാപ്സിക്കം, ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യണ്ട. കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇതിലോട്ടേക്ക് അല്പം ഉപ്പ് ചേർക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇളക്കിയതിനു ശേഷം അടുത്തതായി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത ഇതിലോട്ടേക്ക് ചേർക്കാം. അടുത്തതായി വൈറ്റ് ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മയോണൈസ്. അടുപ്പ് ഓഫ് ചെയ്തിട്ട് മയോണൈസ് ചേർക്കാം. അതിനുശേഷം അല്പം എരിവിനാവശ്യമായ പെപ്പർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണിൽ ചേർത്തിരിക്കുന്നത്. എരിവ് അധികം വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വരെ യോജിപ്പിക്കാവുന്നതാണ്. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുപ്പ് ഓഫ് ചെയ്തതിനു ശേഷം മയോണൈസ് ചേർത്തത്. അടുപ്പ് ഓണിലിരുന്ന അത് മയോണൈസ് മെൽറ്റ് ആയിട്ട് അത് ഓയിലായി മാറും. അതുകൊണ്ടാണ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ മയോണൈസ് ചേർത്തത്. പാസ്ത റെഡി ആയി കഴിഞ്ഞു. നമുക്കത് ഒരു സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള വിഭവം തന്നെയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അചഞ്ചലമായി